നമുക്കിന്ന് ഇതേപോലെ ബജ്ജി ഉണ്ടാക്കിയാലോ? ഞാനിവിടെ 5-6 ടൈപ്പ് കാണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ എന്താണുള്ളത് അത് വെച്ച് നിങ്ങൾക്ക് ബജ്ജി ഉണ്ടാക്കാം. ഒരു അടിപൊളി ബജ്ജിയുടെ റെസിപ്പി. സമയം കളയണ്ട, ഉടനെ വീഡിയോയിലേക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. അപ്പൊ നമുക്ക് ഈ ബജ്ജി ഉണ്ടാക്കാൻ നോക്കിയാലോ? അതിനു വേണ്ടിയിട്ട് കടലമാവ് 2 കപ്പ്, അതിൻ്റെ ഉള്ളിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, നല്ല ക്രിസ്പാവും. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ കായം, 2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾ. ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ ഉള്ളിലേക്ക് ബാച്ച് ബൈ ബാച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചത് 1.5 കപ്പാണ്. ഇനി നിങ്ങളുടെ ബേസിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരാം കേട്ടോ. ഇതേപോലെ നല്ല അത്യാവശ്യം തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് ശരിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ട ബജിയുടെ സാധനങ്ങൾ ഇതേപോലെ ഇതൊക്കെയാണ് ഞാനിന്ന് റെഡിയാക്കണേ. നമുക്ക് ഓയിൽ വെക്കാം, അതൊന്ന് ചൂടായി വരട്ടെ. പിന്നെ ആ ബാറ്റർ ഒന്നുകൂടി മിക്സ് ചെയ്യുക. നമ്മൾ വറക്കുന്നതിന് തൊട്ട് മുൻപ് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് മിക്സ് ചെയ്യുക. നേരത്തെ മിക്സ് ചെയ്ത് വെക്കരുത്, എണ്ണ കുടിക്കും. പിന്നെ ഓയിൽ ചൂടായോ ഒന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് ആദ്യം തന്നെ എഗ് ബജി റെഡിയാക്കാം. അപ്പം നമ്മുടെ ബോയിൽ ചെയ്ത മുട്ട 2 ആക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൊണ്ട് വെത്തറാം. അത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിലേക്ക് ഇട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് കൂട്ടിയത്. അത് കഴിഞ്ഞാൽ ചൂടുള്ള ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്ക് തിരിച്ചും മറിച്ചിട്ട് എല്ലാ സൈഡും നല്ല ഗോൾഡൻ കളറായി എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അതേപോലെ ക്രിസ്പായിട്ടുള്ള സാധനം വറുത്താണ്ട് പോരാം. ഇനി നമുക്ക് എഗ് പ്ലാന്റ് അതുകൊണ്ട് ഉണ്ടാക്കാം. അതേപോലെ ഇതേപോലെ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്യാം. അതിന് ഈ മാവിൻ്റെ ഉള്ളിലേക്ക് മുക്കി നല്ല ചൂടുള്ള ഓയിലിൽ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അത് തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാ സൈഡിലും നല്ല ഗോൾഡൻ കളറായിട്ടും ക്രിസ്പായിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്രോക്കോളി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബ്രോക്കോളി അല്പം വലുപ്പത്തിൽ ഇതേപോലെ ഫ്ലോററ്റ്സ് ആക്കാം. അതും ബാറ്ററിൽ നന്നായിട്ട് കവർ ചെയ്യാം. അത് കഴിഞ്ഞാൽ ആ ചൂടുള്ള ഓയിലിൽ അതും ഫ്രൈ ചെയ്തെടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ തിരിച്ചും മറിച്ചിട്ട് എല്ലാവർക്കും നല്ല ഫ്രൈ ചെയ്ത് ഇതേപോലെ നല്ല ഗോൾഡൻ സൂപ്പർ ക്രിസ്പി ആയിട്ടെടുത്ത് അത് മാറ്റി വയ്ക്കാം. അടുത്ത നമ്മൾ ചെയ്യുന്നത് കോളിഫ്ലവറാണ്. അത് ഞാൻ 3 പീസാണ് ഇതേപോലെ കുറച്ച് വലിയ ഫ്ലോററ്റ്സ് ആയിട്ട് കട്ട് ചെയ്യാം. അതും ബാറ്ററിൽ കോട്ട് ചെയ്യാം. ചൂടുള്ള ഓയിലിൽ അതും ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ല ക്രിസ്പായിട്ടും നല്ല ഗോൾഡൻ കളറിലും അതും ഓയിലൊക്കെ കളഞ്ഞ് അതും വറുത്ത് പോരാം. ഇനി നമുക്ക് നമ്മുടെ പഴമല്ല കായ വെച്ച് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് നമുക്ക് ബജി ഉണ്ടാക്കാം. അതും ബാറ്ററിൽ മുക്കുക. നല്ല ചൂടുള്ള ഓയിലിൽ അതും ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ എപ്പോഴും ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് വെക്കുക. അപ്പം അധികം എണ്ണ കുടിക്കാണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്ത നമുക്ക് ഏറ്റവും ഫേമസ് ആയുള്ള ബജി പെപ്പർ അത് വെച്ചിട്ട് നമുക്ക് ഇതെടുക്കാം. ഇതേപോലെ 2 ആക്കാം. ഇനി നിങ്ങൾക്ക് ഫുള്ളായി ചെയ്യണമെങ്കിൽ ഫുള്ളായി ചെയ്യാം. പിന്നെ എരിവ് ഭയങ്കരമായിട്ട് കൂടുതലായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സീഡ് റിമൂവ് ചെയ്യാം കേട്ടോ. പിന്നെ അതിനും ആ ബാറ്ററിലിട്ട് മുക്കി അതിനും ഇതേപോലെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്തേക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ല ക്രിസ്പായിട്ടും ഗോൾഡനായിട്ടും ഫ്രൈ ചെയ്ത് അതിനും ഓയിലിൽ നിന്ന് മാറ്റാം. എല്ലാം ഓയിലും ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞത് ഇതേപോലെ ഇനി നിങ്ങളുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നിങ്ങൾക്ക് അതേ ബാറ്ററിൽ സൂപ്പറായിട്ടും ക്രിസ്പായിട്ടും ടേസ്റ്റായിട്ടും ഇതേപോലെ നമുക്ക് ബജി ഉണ്ടാക്കാം കേട്ടോ. പിന്നെ അത് ഇങ്ങനെ കാണാണ്ടായി തുടങ്ങും. നമ്മുടെ ബജി റെഡി. മുട്ട ബജി ഒന്ന് ട്രൈ എന്ന് വിചാരിച്ചു. അതിന്റെ മുകളിൽ ഞാൻ മീൻചട്നി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മീൻചട്നി റെസിപ്പി വേണമെങ്കിൽ എന്റെ ചാനലിൽ ഇടുന്നുണ്ടോ. 2 ടൈപ്പ്, സൗത്ത് ഇന്ത്യനും നോർത്ത് ഇന്ത്യനും. അപ്പൊ ഇനി ആസ്വദിച്ച് നിൽക്കാം. അതെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.
അപ്പൊ ഇതോ നോക്കണേ, ഈ റെസിപ്പിയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതും മറക്കല്ലേ.